ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഒരാളിൽ നിന്ന് വേണം മന്ത്രദീക്ഷ സ്വീകരിക്കാൻ. ഇതുപോലുള്ള ഉപാസകരാകാൻ ഉള്ള ആളുകൾ ധാരാളമുണ്ട്. പക്ഷേ യോഗ്യരായ ഗുരുക്കന്മാർ വളരെ കുറവാണ്. ലക്ഷ്യവും അവന്റെ ചിന്തയും ഉപാസ്യമൂർത്തിയായ ഭഗവാൻ അറിയാം. ഇവൻ എന്തുദ്ദേശിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഉപാസനാ ബലം ഏത് കാര്യത്തിനും അത്യന്തപേക്ഷിതമാണ്. അയാൾ 4:45 എഴുന്നേറ്റ് കാക്ക കുളിക്കുമ്പോൾ ഒന്ന് കുളിച്ചിട്ട് ഓടി ശ്രീകോവിലിനകത്ത് കയറി ഇരുന്ന് പൂജ ചെയ്താൽ വെളിയിൽ നിൽക്കുന്ന ഭക്തന്മാർക്ക് നത്തിങ് ടു ഗെറ്റ്. ശങ്കരാചാര്യ പരമ്പരയിലെ പുരി വിഭാഗത്തിൽ വരുന്ന സന്യാസി വരയിൽ വരുന്ന സന്യാസിയായ അദ്വൈതാനന്ദ പുരി, നിങ്ങൾക്ക് നിങ്ങളുടെ വിനീത സ്വാഗതം. അങ്ങ് ഒരുപാട് ബുക്സുകൾ എഴുതിയിട്ടുണ്ട്. മന്ത്രങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്ത വ്യക്തിയാണ്. ഞങ്ങൾക്ക് ഇന്ന് അങ്ങേന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഞങ്ങൾ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്താണ് മന്ത്രം? ആ മന്ത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? മനനാതിഥി ത്രയതേ മന്ത്ര എന്നാണ് ആചാര്യമതം. മന്ത്രം ഉപാസിക്കുന്നവന്റെ മനസ്സിനെ ഈശ്വരപദത്തിലേക്ക് ത്രാണനം ചെയ്യിപ്പിക്കുന്നു, അതായത് എടുത്തു ചേർക്കുന്നു, മുക്തമാക്കുന്നു എന്നാണ്. മന്ത്രോച്ചാരണം നടത്തുന്നതിന് ആചാര്യന്മാര് നമ്മുടെ ആർഷഭാരതത്തിൽ പണ്ട് മുതലേ ഒരു വിധി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഒരാളിൽ നിന്ന് വേണം മന്ത്രദീക്ഷ സ്വീകരിക്കാൻ. ദീക്ഷ തന്നെ പല വിധത്തിലുണ്ട്, ഞാനത് പിന്നീട് കിടക്കാം. മഹാനായ ജ്ഞാനിയിൽ നിന്ന്, അതായത് പതിറ്റാണ്ടുകളായി ഉപാസനാബലമുള്ള ഒരു ആചാര്യന്റെ അടുത്ത് ചെന്ന് മന്ത്രം ആവശ്യപ്പെടണമെന്നാണ് വിധി. ആവശ്യപ്പെടുന്നതിന് ഒരു സിസ്റ്റമുണ്ട്. ആചാര്യസ്ഥാനത്തിരിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് ചെന്ന് നിലവിളക്ക് സമർപ്പിച്ചിട്ട് വേണം, അങ്ങ് എനിക്ക് മന്ത്ര ഉപദേശം തരണം, എൻ്റെ ജന്മോദ്ദേശ്യം പവിത്രമാക്കാൻ, ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ആചാര്യൻ ഈ ശിഷ്യന്റെ വിശദ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി, മന്ത്രം കൊടുത്താൽ അത് മനസ്സിൽ നിൽക്കുമോ, ഇത് പവിത്രമായി ഉപാസിക്കുമോ, ഇവന്റെ ജീവനത്തിനും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഉദ്ധാരണത്തിനും വേണ്ടി ഇവൻ പ്രവർത്തിക്കുമോ, അതോ താൻ കൊടുക്കുന്ന മന്ത്രം ഇവൻ മിസ്യൂസ് ചെയ്ത് സമൂഹത്തിന് വിപത്തുണ്ടാക്കുമോ എന്നൊക്കെ ആചാര്യൻ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം ഇവന്റെ ആവർത്തിച്ച് ഇവൻ ആവശ്യപ്പെടാൻ തക്ക കർമ്മങ്ങൾ, രീതികൾ ആചാര്യനെ അവലംബിക്കണം. ഒരു പ്രാവശ്യം ആചാര്യ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്ന് എനിക്ക് ഇത്തിരി മന്ത്രം ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ഇത് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനമല്ല. കൊണ്ടു നടക്കാൻ ഇവന് ശേഷിയുണ്ടോ, അത്രമാത്രം മനസ്സ് ഏകാഗ്രമാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ അറിയണം. ഇന്ന് ഈ കാലത്തിനൊരു പ്രത്യേകതയുള്ളത്, ഇതുപോലുള്ള ഉപാസകരാകാൻ ഉള്ള ആളുകൾ ധാരാളമുണ്ട്. പക്ഷേ യോഗ്യരായ ഗുരുക്കന്മാർ വളരെ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ ഈ രഹസ്യം വിട്ടുകൊടുക്കത്തുമില്ല. വിട്ടുകൊടുക്കാത്ത കാരണം 90% ആളുകളും ഏതെങ്കിലും ഭദ്രകാളി അമ്മയുടെ ഒരു മന്ത്രമോ ചാമുണ്ഡി ദേവിയുടെ ഒരു മന്ത്രമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൂർത്തിയുടെ ഒരു മന്ത്രം വാങ്ങിച്ചിട്ട് അതിനെ മിസ്യൂസ് ചെയ്യും. അത് ഒരു ജീവനോപാധിയാക്കി മാറ്റി, ഒരു തൊഴിലാക്കി മാറ്റി, അതിലൂടെ ആളുകളുടെ കയ്യിലിരിക്കുന്ന പൈസ തട്ടിക്കുന്ന ഏർപ്പാട് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. അപ്പം മന്ത്രത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഋഷീശ്വരന്മാര്, ക്രാന്തദർശികളായ ഋഷീശ്വരന്മാർ ദീർഘകാലത്തെ തപസ്സിലൂടെ നേടിയെടുത്ത ഉപാസനമൂർത്തിയുടെ അനുഗ്രഹമാണ് മന്ത്രമായി മാറുന്നത്. ഇപ്പൊ അങ്ങ് ഒരു സുബ്രഹ്മണ്യ ഉപാസകനാണ്. നമ്മളിപ്പം തൊട്ടടുത്ത് നമ്മുടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ടല്ലോ. സുബ്രഹ്മണ്യ സ്വാമിയെ ഉപാസിക്കുമ്പോൾ നിരന്തരമായ ഉപാസനയിലൂടെ ആ ദേവതയ്ക്ക്, സുബ്രഹ്മണ്യ ഭഗവാന് അങ്ങയെ അനുഗ്രഹിക്കേണ്ടി വരുന്നു.
കാരണം അങ്ങയുടെ നിഷ്ഠയോടും ചിട്ടയോടും തീവ്രമായ ഭക്തിയോടും ഈശ്വരാനുഗ്രഹം നേടാനുള്ള അടങ്ങാത്ത മനസ്സുമായിട്ടാണ് അങ്ങ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഭഗവാൻ അതിന് അങ്ങേക്ക് അനുഗ്രഹം തരാൻ പ്രേരിതനാവുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഭഗവാനിൽ പോലും അങ്ങനെ ഒരു തീരുമാനം ഉറപ്പിക്കുന്നത് ഭക്തന്റെ തീവ്രാഭിലാഷം കൊണ്ടാണ്. ഭക്തന്റെ ഉപാസന ബലം കൊണ്ടും പരമമായ സത്യത്തെ അറിയാനുള്ള ഭക്തന്റെ ഉത്കടമായ ദാഹത്തെയുമാണ് അതിലൂടെ പ്രകടിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? അപ്പോൾ ഈ സാധകൻ അത്രമാത്രം ഉറച്ച വിശ്വാസിയായിരിക്കണം, ഗുരുവിനെ ഈശ്വര തുല്യനായി കരുതുന്നവനാകണം. എല്ലാത്തിനും ഉപരി അവന്റെ ജന്മം ഈശ്വരോപാസനയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നവനായിരിക്കണം. നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോഴാണോ ശക്തി കൂടുതൽ കിട്ടുക, അനുഗ്രഹം കിട്ടുക, അതോ നമ്മൾ ദർശനം ചെയ്യുന്ന ക്ഷേത്രത്തിലെ ഭഗവാൻ ആരാണോ ആ ഭഗവാന്റെ മന്ത്രം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫലം കിട്ടുക? രണ്ടും ഫലം തന്നെ. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന ആളിന്റെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന സാധകൻ എന്ന് പറയുമല്ലോ നമ്മൾ, ഭക്തൻ അല്ലെങ്കിൽ സാധകൻ. ഈ സാധകന്റെ ലക്ഷ്യവും അവന്റെ ചിന്തയും ഉപാസ്യമൂർത്തിയായ ഭഗവാൻ അറിയാം. ഇവൻ എന്തുദ്ദേശിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത്. അത് ശുദ്ധമായ പരമപവിത്രവും ഭക്തിനിർഭരവുമായ ലക്ഷ്യത്തോടും ഈശ്വര സാമീപ്യത്തിന് വേണ്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന് വേണ്ടി പ്രസാദിച്ചേ പറ്റൂ. ശരിക്കു പറഞ്ഞാൽ ഇവിടെ ഭഗവാനെ കൊണ്ട് പ്രസാദിപ്പിക്കുന്നത് ഭക്തന്റെ ഉൾവിളിയാണ്, അവന്റെ നിഷ്കാമമായ ഭഗവാനോടുള്ള പ്രേമമാണ്. സ്നേഹം എന്നല്ല പറയേണ്ടത്, പ്രേമം. കാരണം ഭഗവാൻ പരമാത്മാവും സാധകൻ ജീവാത്മാവുമാണ്. ജീവാത്മാവായിരിക്കുന്ന സാധകൻ പരമാത്മാവായിരിക്കുന്ന ഈശ്വരൻ വിലയം കൊള്ളണം, ലയിച്ചു ചേരണം. അപ്പൊ ലയിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള ഉപാസനാ ബലവും ഉത്കടമായ ഈശ്വരേച്ഛയും ഇവനുണ്ടാകണം. അത് അവന്റെ പൂർവകർമ്മ ഫലവും കൂടി ഇവിടെ നമുക്ക് യോജിപ്പിക്കേണ്ടിയിരിക്കുന്നു. മുൻ ജന്മങ്ങളിൽ കഴിഞ്ഞുപോയ അനേകം ജന്മങ്ങൾ പാപകർമ്മം ചെയ്തിട്ടാണ് ഒരുത്തൻ ഇവിടെ ജനിക്കുന്നതെങ്കിൽ ആ പാപസഞ്ചയവുമായി വരുന്ന അവൻ എത്ര പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് ഫലം കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ വസിഷ്ഠനെയോ ആദിഗുരുവായ ശങ്കരാചാര്യ ഭഗവാനെയോനോ പോലുള്ള മഹാത്മാക്കള് ഇവനെ അനുഗ്രഹിക്കണം, ഇവന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ. എന്നിട്ട് അവനെ പ്രാർത്ഥനാ നിരതനാക്കിയാൽ ഒരു പക്ഷേ അവൻ ഉദ്ദേശിക്കുന്ന കാലയളവ് കൊണ്ട് അവൻ ഈശ്വരാനുഗ്രഹം കിട്ടിയെന്ന് വരാം. അല്ലാതെ പാപസഞ്ചയവും കൊണ്ട് വീണ്ടും ജന്മിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറെ കഷ്ടപ്പെടേണ്ടി വരും ഈശ്വരാനുഗ്രഹം നേടാൻ. അപ്പോൾ ഉപാസനാ ബലം ഏത് കാര്യത്തിനും അത്യന്തപേക്ഷിതമാണ്. ഉദാഹരണം, ഇപ്പൊ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ കാര്യമാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ പൂജ ചെയ്യുന്ന ആള്, പൂജകൻ, ആ പൂജകൻ എത്രത്തോളം സാധനാബലം ഉള്ളവനാണ് അതനുസരിച്ചാണ് ബിംബചൈതന്യം ഉണ്ടാകുന്നത്. അല്ലാതെ ശ്രീകോവിലിനകത്ത് കയറിയിരുന്ന് ന്യാസങ്ങളൊക്കെ കാണിച്ച്, അതായത് ഭഗവാനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കലാണ് ന്യാസം എന്ന് പറയുന്നത്. അതെല്ലാം ചെയ്തിട്ട് സുബ്രഹ്മണ്യ മന്ത്രം ചൊല്ലി പൂജ ചെയ്താൽ അത് 100% ഫലവത്താകണമെന്നില്ല. അത് ഫലവത്താക്കുന്നത് ആരാണ്? ഈ പൂജകന്റെ സാധനാബലമാണ്. അതുകൊണ്ടാണ് താന്ത്രിക ശാസ്ത്രത്തിൽ ആചാര്യന്മാർ പറയുന്നത്, ഇത് ദീപാരാധനയ്ക്കായാലും അല്ല നിർമാല്യത്തിനായാലും ഏത് പൂജ ചെയ്യുന്നതിന് മുമ്പ് പൂജകൻ സാധന അനുഷ്ഠിച്ചിരിക്കണം. അവന്റെ ഉപാസനാമൂർത്തിയുടെ മന്ത്രം എത്രയെങ്കിലും, ഇപ്പൊ ഉദാഹരണം 5 മണിക്ക് ഒരു ക്ഷേത്രം നട തുറക്കാൻ ഒരു പൊറ്റിയെത്തി. അയാൾ 4:45 എഴുന്നേറ്റ് കാക്ക കുളിക്കും പോലെ ഒന്ന് കുളിച്ചിട്ട് ഓടി ശ്രീകോവിലിനകത്ത് കയറിയിരുന്ന് പൂജ ചെയ്താൽ വെളിയിൽ നിൽക്കുന്ന ഭക്തന്മാർക്ക് നത്തിങ് ടു ഗെറ്റ്, ഒന്നും കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് ബ്രാഹ്മൺ മുഹൂർത്തം 3:10 എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് തൻ്റെ മന്ത്രദീക്ഷ സ്വീകരിച്ചിരിക്കുമല്ലോ. അല്ലാതെ ഒരാളിനെ പൂജ ചെയ്യാൻ പറ്റില്ല. അപ്പം ഗായത്രി ആയാലും ഏത് മന്ത്രമായാലും
ഒന്നുമില്ലെങ്കിൽ ഗായത്രി ജപിച്ചാൽ മതി. മന്ത്രരാജ്ഞി എന്നറിയപ്പെടുന്നത് ഗായത്രിയാണല്ലോ. പരാശക്തിയായ അമ്മയെ ഉണർത്തുന്നതാണ്. സൂര്യമണ്ഡലത്തിൽ കുടികൊള്ളുന്ന അനന്തകോടി സൂര്യബിംബത്തിന്റെ പ്രകാശത്തോടുകൂടി കുടികൊള്ളുന്ന ആ അമ്മയെ നമ്മൾ എന്ത് ചെയ്യാണ്? വിളിച്ചുണർത്തുകയാണ് മന്ത്രത്തിലൂടെ. അപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രം അവന് ഉപദേശിച്ച് കിട്ടിയിരിക്കും. ആ മന്ത്രം നിഷ്ഠയോടും ചിട്ടയോടും ഉറച്ച ഗുരുഭക്തിയോടും കൂടി ജപിക്കാമെങ്കിൽ, ജപിച്ചിട്ട് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ജപിച്ചിട്ട് ശ്രീകോവിലിൽ കയറി പൂജ ചെയ്താൽ ഉറപ്പായും ഭക്തജനങ്ങൾക്ക് ഫലം കിട്ടും. ഇത് ഒരു 11-ാമത്തെ വയസ്സ് മുതൽ ഈ മന്ത്രത്തിന്റെയും തന്ത്രത്തിന്റെയും ഗുരുക്കന്മാരുടെയും പിന്നാലെ സഞ്ചരിച്ചതിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഉപാസന ബലം ഈശ്വരാനുഗ്രഹത്തിന് അൺഅവോയ്ഡബിളാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതില്ലാതെ ഒരാള് ഞാൻ വലിയ പോറ്റിയാണെന്ന് പറഞ്ഞ് പൂണൂലൊക്കെ ഇട്ട് പള്ളത്താർ മുണ്ടൊക്കെ ഉടുത്ത് പോയാൽ അതാവില്ല. അതാണ് പറഞ്ഞത്, പൂജകൻ പൂർണ്ണമായും ഉപാസനാമൂർത്തിക്ക് സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം.